ഇതല്ലേ ആയിക്കൊള്ളൂ. LDF മാത്രമേ ഉള്ളൂ ഇവിടെ സ്ഥാനം. അതല്ല പറയാൻ പറ്റില്ല, രണ്ടും നല്ല പോട്ടിയാണ്. ഈ 50 40 ആക്കണം, അല്ലെങ്കിൽ 30 ആക്കണം, പഴയ പോലെ ആക്കണം. അല്ലാതെ ഈ സർക്കാർ ചൊവ്വല്ല. അവരുടെ ആങ്ങളൊക്കെ പെങ്ങളൊക്കെ വേണ്ടി ഉണ്ടാക്കണല്ലേ. ചെമ്പ് കയ്യിലുണ്ടെങ്കിൽ ഇവരുടെ മരുമോനും മരുമക്കളും കയറ്റാൻ തന്നെ. ഞാൻ ആരെയും തെറ്റുപാടില്ല, ഞാൻ ഇതിൻ്റെ ആളുമല്ല, ഒന്നിൻ്റെ ആളുമല്ല. ഇതല്ലേ ആയിക്കൊള്ളൂ. LDF മാത്രമേ ഉള്ളൂ ഇവിടെ സ്ഥാനം. അതല്ല പറയാൻ പറ്റില്ല, രണ്ടും നല്ല പോട്ടിയാണ്. പോട്ടി എന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കാണുമ്പോൾ നമുക്ക് പക്ഷെ അതാ പറയാൻ പറ്റുള്ളൂ. പിന്നെ മറ്റേ ഇവർക്കുമുണ്ട്, കയ്യും കാലും ഉണ്ട്. രണ്ടുപേരും നല്ല കട്ടയാണ്. അൻവറിനൊരു സ്ഥാനവും ഇല്ലേ? അൻവറിന് സ്ഥാനം അൻവറിലെ തെറ്റ് ചെയ്തേക്കണത്. അൻവർ മുഖാന്തരമല്ലേ ഈ വോട്ട് വന്നേക്കണത്. ഇന്ന് ഞാൻ പറയണ പോലെ മനസ്സിലായ എന്ത് മനസ്സിലായി? അതെന്ത് കാരണം? ആൾക്കാർ ചോദിക്കാറില്ല എന്താ കാരണം. മറിച്ചാന്നൊക്കെ അവർ പറയാനുണ്ട്. ഇത് കഴിഞ്ഞിട്ടൊക്കെ പോരെ, ഇനിയും മണ്ണുണ്ടല്ലോ ഇലക്ഷൻ. അത് കഴിഞ്ഞിട്ടൊക്കെ പോരെ. ഇനി ഇതിൻ്റെ പുറകെ അടുത്തതും വരും. ഈ കോടാനകോടി രൂപ പോണല്ലേ, ആരുടെ പൈസ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. അതിനൊരു ആവശ്യമില്ല. ഈ വോട്ടിനെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് ഒരു കാരണവും കാണില്ല. പിന്നെ ചെമ്പ് വോട്ട് നടത്താം, എപ്പോഴെങ്കിലും വോട്ട് നടത്താം. ഇപ്പം മറ്റവർ വോട്ട് നടത്തില്ലേ, വയനാട് ഒരു വോട്ട് നടന്ന. ഇപ്പം ഈ വോട്ട് എന്തിനു വെച്ചാണ്? MLA പോയി, MLA തന്നെ സ്വതന്ത്രമായിട്ട് വെക്കണത്. ഒരാവശ്യമില്ല. പാവപ്പെട്ടവർ ഇതേപോലെ വഴി കിടന്ന് പരിപാടി കൊണ്ടാ. ഇപ്പം തന്നെ ഈ സർക്കാർ ലോട്ടറീൻ്റെ കാര്യത്തിലെടുത്ത നടപടികൾ എങ്ങനെയാണ് ചേട്ടനെ ബാധിച്ചിരിക്കുന്നത്? ബാധിച്ചിരിക്കുന്നത് ഈ 50 40 ആക്കണം, അല്ലെങ്കിൽ 30 ആക്കണം, പഴയ പോലെ ആക്കണം. അല്ലാതെ ഈ സർക്കാർ ചൊവ്വല്ല. ഞാൻ 2 പക്ഷം പറയില്ല. നമുക്കത് ബുദ്ധിമുട്ട് തന്നെ. 50 ടിക്കറ്റ് ഒരുപാട് സാധാരണക്കാർക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് ഈ കാര്യം. എത്ര സമ്മാനം കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 10 രൂപ കൂടുതലാക്കിയെങ്കിൽ സാധാരണക്കാരെ പോലെ, അതായത് ഈ നടന്നു വിൽക്കുന്നവരും അല്ലെങ്കിൽ ഒരുപാട് അംഗവൈകല്യമുള്ള ആൾക്കാർ ഈ ലോട്ടറി കച്ചവടം നടത്തുന്നുണ്ട്. ഞങ്ങളെപ്പോലെ സാധാരണ കളവന്മാരും എല്ലാവരും ചെയ്യണ ആൾക്കാരാണ്. പക്ഷെ പൈസ കൂടിയപ്പോൾ ആൾക്കാർ കോവി പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാൻ ഇഴഞ്ഞുകൊണ്ട് നടക്കണേണ്. എനിക്ക് ആരോഗ്യമില്ല, ഞാൻ പ്രായമായി, എനിക്കതിനെപ്പറ്റി അത്രമായിരിക്കും. പക്ഷേ ഇവർ ചെയ്യണ തണ്ടിത്തരമാണ്. പിണറായി അവർക്കൊണ്ട് കുറ്റം. അവരുടെ ഭാഗത്തുനിന്ന് തെറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. ആദ്യത്തെ ഭരണം നല്ല ഭരണമാണ്, പിന്നത്തെ ഭരണം കോവി. അവരുടെ ആങ്ങളൊക്കെ പെങ്ങളൊക്കെ വേണ്ടി ഉണ്ടാക്കണല്ലേ. അത് നമ്മളൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സ്വർണ്ണക്കടത്ത് സ്വപ്നം ശങ്കർ അവരുടെ ആൾക്കാരാണ്. നമുക്കൊരു മാങ്ങയും കിട്ടല്ല. നമ്മൾ ചീത്ത പറയില്ല, എന്നാലും മാങ്ങയാണ് ഞാൻ പറയണത്. ഈ മാങ്ങയൊക്കെയുള്ള ഉത്തരവാദിത്തം പഠിച്ചോൻ വിചാരിക്കും. പഠിച്ചോനല്ല ദൈവം. ഒരു മാങ്ങ അത്രയും കിട്ടില്ല. ഒരു സാധാരണ ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള രീതിക്ക് ചേട്ടൻ്റെ വികാരം നമുക്ക് മനസ്സിലാവും. കാരണം ലോട്ടറീൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കളവിനെ കൊണ്ട് ഇത്രയും കാലം ഞാൻ ഇവിടെ കിടന്നിട്ട് എനിക്കൊരു മാങ്ങ കിട്ടിയിട്ടില്ല. ഇവരെ കൊണ്ട് ഇവിടെ വന്നു പോയി 3 ദിവസം ഇവിടെ താമസിച്ചു. കണ്ണ് കണ്ടിട്ട് എവിടെ കാണണ്, ഒരു കാഴ്ചയില്ല. കണ്ണ് കണ്ടെങ്കിലല്ലേ കാണുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളെന്നെ കാണണ്ട. ചെമ്പ് കയ്യിലുണ്ടെങ്കിൽ ഇവരുടെ മരുമോനും മരുമക്കളും കയറ്റാൻ തന്നെ. ഞാൻ ആരെയും തെറ്റുപാടില്ല, ഞാൻ ഇതിൻ്റെ ആളുമല്ല, ഒന്നിൻ്റെ ആളുമല്ല. ഞാൻ ആര് കഴിച്ചാലും എനിക്കൊരു ഗുണവുമില്ല. എൻ്റെ വീട്ടിൽ ഒരു 4 മഴ പെയ്താൽ എൻ്റെ വീടിൻ്റെ ഇറത്ത് വെള്ളമാണ്. പഞ്ചായത്ത് സഹായിക്കാറില്ല, ഇവരെ കൊണ്ട് സഹായമില്ല. കരക്കാരെ കൊണ്ട് പോസ്റ്റ് ഇടിച്ചിട്ടാണ് ഞാൻ അപ്പുറം ഇപ്പുറം കിടക്കണത്. ഇവരെ പണ്ട് വല്ല ഗുണമുണ്ടോ?
വെള്ളം കയറിയിട്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ആരോടാ കരക്കാർ സഹായിച്ചു, ഞാൻ പിന്നെ ആരോടാ പറയണ്ടേ? ഒരു ബിൽഡിങ് വെച്ച് മറ്റത് വെച്ച് ഏത് ബിൽഡിങ്? എനിക്കൊരു ബിൽഡിങ്ങും കിട്ടിയിട്ടില്ല. പണിയെടുക്കാൻ ജീവിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കൊരു ഗുണമില്ല. കേൾക്കണ്ടേ ഞാൻ പറഞ്ഞ? വല്ല മനസ്സിലാവണ്ട. എന്ത് മനസ്സിലായി? നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നെ? ഒരു പാവപ്പെട്ടവനെ ഒരിക്കലും കാര്യം നമുക്ക് ഇത് എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതോ അല്ലെങ്കിൽ മേലധികാരിയുടെ അടുത്ത് ഒരു കാണിക്കാന്നുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആരെ കാണിക്കാൻ? ആരെങ്കിലും ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യത്തുള്ള ആരെങ്കിലും ഉണ്ടാവത്തില്ലേ? ആരും ഇല്ലേ? തേങ്ങ കാണും തെങ്ങിന്റെ മുകളിൽ. ഈ 3 ജയിക്കാൻ പോകുന്നതോ അല്ലെ തോൽക്കാൻ പോകുന്നതോ ആൾക്കാരിലും ഇല്ലേ? ആരും ഇല്ലേ? നല്ലത് ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാരും ഇല്ലേ? പോക്കറ്റ് എന്ന് പറയുമ്പോൾ ചില്ലറ താഴ്ത്തു വീണേ, ഈ പോക്കറ്റ് പറയൂലേ അത് താഴ്ത്തു വീണു. അപ്പം അവർ ഗുണമായി. അവർക്ക് ഉള്ളവന് കൊടുക്കും. എനിക്ക് അനുഭവമുണ്ട്. ഉള്ളവൻ്റെ പോക്കറ്റ് നിറയും, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവന് പിച്ചച്ചട്ടിയിൽ ഇപ്പോഴും ഞാൻ അധ്വാനിച്ചതിന് ഒരാളുടെ ഇത് വീട് മേടിക്കല്ല, അറിയാമോ? ഇന്നും അന്നും 70 വയസ്സായി, ഇന്നും അന്നും ഒരു വീട് ഞാൻ ചോദിക്കില്ല എന്താണ്, ഞാൻ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ പറയും നോക്കട്ടെ മറ്റാണ് മറിച്ചാണ്. എവിടെ ഉള്ളവന് 2 ട്രിപ്പ് സ്ഥലവും കൊടുത്ത് വീടും വെച്ച് കൊടുത്തു. നമ്മൾ അധ്വാനിച്ചിട്ടാണ് പൈസ കിട്ടുക, പ്രൈസ് കിട്ടിയിട്ട പ്രൈസ് വീട് വെച്ചേക്കുന്നത്. അല്ല ഒരു മാങ്ങയും കിട്ടിയിട്ടില്ല. പറയേണ്ട സ്വഭാവം വേറെയാണ്. അതല്ല നിങ്ങളോട് പറയാൻ പറ്റില്ല. എന്താ ചേട്ടാ? ഒരു സാധാരണക്കാരൻ്റെ ഒരു വികാരമാണ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞത്. നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ വരുന്ന 3 നേതാക്കളെ പറ്റി മാത്രമല്ല, നമ്മളിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിനെ പോലുമാണ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞത്. ലോട്ടറിൻ്റെ കാര്യമാണെങ്കിലും എല്ലാ തരത്തിലുള്ള വിഷയവും ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഈ സർക്കാർ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്.